പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവത്തിന് നമുക്ക് അടുത്തു ചെല്ലാം. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനം 29 ഇപ്രകാരം വായിക്കുന്നു: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ഏതൊരാളും മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കും. ഏതൊരു വ്യക്തിക്കും അവരവർക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിരിക്കും. തങ്ങൾക്കുള്ള പ്രത്യേകമായ കഴിവിലായിരിക്കാം ചിലർ അഭിമാനിക്കുന്നത്. മറ്റു ചിലർക്ക് അവരുടെ വിദ്യാഭ്യാസം, സൗന്ദര്യം, ആരോഗ്യം, പണം, വീട്, വസ്തുവകകൾ, ഉന്നത ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, വിദേശ നന്മകൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, വാഹനം, കുടുംബം, വാക്ചാതുര്യം, ഭാഷ നൈപുണ്യം, പുസ്തകങ്ങൾ, പുരാവസ്തു ശേഖരം എന്ന് തുടങ്ങിയ മറ്റു പലതിലും അവരുടെ പ്രശംസയും അഭിമാനവുമായി കരുതുന്നവരുണ്ട്. മേൽപ്പറഞ്ഞതൊന്നും വേണ്ട എന്നല്ല, ഇതെല്ലാം ഒരു പരിധിവരെ നല്ലതായിരിക്കുമ്പോൾ തന്നെ ഇവയൊന്നും തൻ്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ മേൽപ്പറഞ്ഞതെല്ലാം 2-ാം സ്ഥാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിത്യജീവനായി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നാം ഇവിടെ നേടിയതെല്ലാം ഒരു നാളിൽ നമ്മെ വിട്ടു പോവുകയും നാം ഒന്നുമില്ലാത്തവരായി നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ആകയാൽ ഒരു ദൈവപൈതൽ തനിക്ക് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെ വലുതായി കാണുകയും അതിലും വലുതായി ഈ രക്ഷ ഒരുക്കിയ ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുക. അതുപോലെ ദൈവത്തിന് ബഹുമാനവും മഹത്വവും കൊടുക്കേണ്ട ഏലി പുരോഹിതൻ ദൈവത്തെക്കാൾ അധികം സ്നേഹവും ബഹുമാനവും മക്കൾക്ക് നൽകി അവരെ വളർത്തി. മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ഇരുന്നതിൻ്റെ ഫലം ആ കുടുംബത്തിൽ ഉണ്ടായി. ഏലിയുടെ കുടുംബം തകർന്നു പോയി. വളരെ ദുർഗന്ധമുള്ള മാരക രോഗമാണ് കുഷ്ഠരോഗം. ഇങ്ങനെയുള്ള 10 കുഷ്ഠരോഗികളാണ് തങ്ങളുടെ സൗഖ്യത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അവരുടെ പ്രാർത്ഥന കേൾക്കുകയും മുറിവുണങ്ങി ദുർഗന്ധം മാറി അവരുടെ സ്പർശന ശക്തിയും തിരിച്ചു കിട്ടി എന്നതാണ് സത്യം. എന്നാൽ അന്യജാതിക്കാരനായ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നതറിഞ്ഞ് താൻ ദൈവസന്നിധിയിൽ 4 കാര്യം ചെയ്യുവാനിടയാണ്. ഒന്നാമതായി താൻ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു. 2ാമതായി അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. 3ാമതായി കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. 4ാമതായി അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. അവനൊരു ശമരിയക്കാരനായിരുന്നു. യഹൂദന് പോലും കഴിയാത്ത ഒരു മടങ്ങിവരവ് ഒരു ശമരിയക്കാരൻ ദൈവം നൽകുവാനിടയാണ്. അതുപോലെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു യഹോശാഫാത്ത്. തനിക്ക് വളരെ ധനവും മാനവും ഉണ്ടായിരുന്നിട്ടും അവൻ തൻ്റെ ധനത്തിലോ ശക്തിയിലോ ആശ്രയിച്ചില്ല. തനിക്ക് യുദ്ധം നേരിട്ടപ്പോൾ അയൽ രാജ്യങ്ങളിൽ രാജാക്കന്മാരെ ആശ്രയിച്ചതുമില്ല. പകരം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. തൻ്റെ യുദ്ധങ്ങളെല്ലാം ദൈവം ജയം നൽകി മാനിച്ചാദരിപ്പാനിടയായി. പ്രിയ ദൈവ മക്കളെ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയത്ത് മഹത്വം കൊടുപ്പി. ആമേൻ. ഒരുവന്റെ ജീവിതത്തിൽ സുവർണ ദിശയാണ് യൗവനം. നല്ല ഓജസ്സും പ്രസരിപ്പും ഉള്ളപ്പോൾ ചിലർ ദുർമാർഗങ്ങളിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി തീരുന്നു. ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ ആരാധന പോലും ഈ കൂട്ടർ മുടക്കുന്നു. ജീവിതത്തിൽ ഇല്ലാതെ പാപത്തെ സ്നേഹിച്ചും ലോക മനുഷ്യനെ പോലെ ജീവിക്കുന്നു. ഒടുവിൽ ഈ കൂട്ടരുടെ നിത്യത ഇവിടെ ചെലവഴിക്കുമെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത നിലകളിൽ ഈ കൂട്ടർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ. നമ്മുടെ കർത്താവിൻ്റെ യൗവനം, ശക്തിയും രക്തവും നമുക്കായി നൽകിയത് പോലെ നമ്മുടെ യൗവനവും ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ഇപ്രകാരം മഹത്വവും ശക്തിയും ബഹുമാനവും ദൈവത്തിന് അർപ്പിക്കുന്നതിൽ കൂടെ ഒരു വ്യക്തി
എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സന്ദേശമാണ് ഈ 29-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നത്. ആകയാൽ പ്രിയ ദൈവവേദനേ, നമ്മുടെ ആയുസ്സും ആരോഗ്യം ദൈവം നൽകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാധിക്കേണ്ട സമയത്ത് നീ ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധ ആരാധന നീ മുടക്കരുത്. മുടക്കിയാൽ അത് നിന്റെ തലമുറകൾക്ക് ശാപമായി തീരും. അത് നിന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി തീരും. അത് നിന്റെ കുടുംബത്തിന് അതൊരു വലിയ വേദനകളായി നിന്റെ ജീവിതത്തിൽ അത് വലിയ കട്ടതകളിലേക്ക് തിരിയുവാനിടയാകും. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനായി നമ്മെ ഒരുക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. 7-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാതത്തിലും സർവശക്തനെ നന്ദിയോടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിന് കൊടുക്കേണ്ട സമയത്ത് ആമേ സ്തോത്രം ഉള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, ഹല്ലേലൂയ, ദൈവനാമ മഹത്വത്തിനായി കൊടുക്കുവാൻ നിന്റെ ജനത്തെ ഈ നാളുകളിൽ ഒരുക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.